അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈശോൻ്റെ ജീവിതത്തിലെ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അഭിഷിക്തരായ ദൈവ മനുഷ്യരുടെ ജീവിതത്തിലെ വളരെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ അവർ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്തത്. നമ്മുടെ വിഷമതകളെ ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിക്കണ്ടേ? അപ്പോൾ എല്ലാ പ്രാർത്ഥനയിലും വരുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, പിന്നെ സമർപ്പണം. പ്രാർത്ഥനയുടെ കണ്ടൻ്റ് അതാണ്. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളല്ല പ്രാധാന്യം. ഈ വിഷയങ്ങളെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ദൈവിക പുണ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സുവിശേഷ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വിഷയങ്ങൾ ആണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അച്ഛൻ പറയണത്. അതായത് നമ്മൾ എപ്പോഴും ദൈവതിരുസന്നിധി വരുമ്പോൾ നമ്മൾ ദൈവതിരുസന്നിധിയെ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ അപ്പോഴ് നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവത്തില്ലേ? ആ വിഷയങ്ങളെയാണ് നമ്മൾ വല്ലാണ്ടിങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോഴെന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ നമ്മൾ അറിയാതെ അവഗണിച്ച് കളയും. എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം നമ്മുടെ ജീവിത പങ്കാളി ഗുരുതരമായ ഒരു രോഗത്തിലാണ്. സാധാരണ നമ്മൾക്ക് നമ്മുടെ മരുന്നും അതുപോലെ തന്നെയുള്ള ആശുപത്രി സംവിധാനങ്ങൾ കൊണ്ടൊന്നും റിക്കവർ ചെയ്യത്തില്ലെന്ന് ഡോക്ടറിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് വേണേൽ പോകാം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വേറെ ഹോസ്പിറ്റലിൽ വേണേൽ നോക്കാം എന്ന് പറയണത് എന്താണ് ശരിക്കും? അതിന് നമ്മളെന്താ പറയണത്? കൈ ഒഴിഞ്ഞെന്നാണ് പറയണത് അല്ലേ? ജീവിതത്തിൽ കൈ ഒഴിയണ ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ് ഈ കൈ ഒഴിയും. അത് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം, കൈ ഒഴിയണത്. ഇപ്പം നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവർ, അല്ല നമ്മൾ ആശ്രയം വെക്കുന്നവർ ചിലപ്പോൾ കൈ ഒഴിയും. അയ്യോ, സഹിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണത്, കൈ ഒഴിയുക. ഈ കൈ ഒഴിയപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെന്ന് പറയണത് ഒന്നൊന്നര പ്രാർത്ഥനയാണ്. കൈ ഒഴിയപ്പെട്ടവൻ്റെ പ്രാർത്ഥന അത് ഏറ്റവും. അപ്പം ഞാൻ ഓർക്കണതേ, ഈ കൈ ഒഴിയപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു വല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവുമല്ലോ നമ്മളുടെ. അത് ഈശോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്?
ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ വരുന്ന ഓരോ ജീവിതാവസ്ഥകളെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് നമുക്കറിയാമല്ലോ. എക്സ്പ്രസ് വെച്ചാൽ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചത്. കൈ ഒഴിയപ്പെട്ടതിൻ്റെ അവസ്ഥയെ ഈശോ എങ്ങനെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചു? അതിന് ഈശോ എങ്ങനെയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായോ? വാട്ട് വാസ് ഹിസ് ബോഡിലി എക്സ്പ്രഷൻ ദെൻ? ആ സമയത്ത് ഇങ്ങനെയുള്ള കൈയൊഴിയപ്പെട്ടതിൻ്റെ മഹാസങ്കടങ്ങളെ എങ്ങനെയാണ് ഈശോ എക്സ്പ്രസ് ചെയ്തത്? എനിക്ക് തോന്നുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ് അതിമനോഹരമായിട്ട് ആ എക്സ്പ്രഷൻ അവതരിപ്പിക്കുന്നത്. കൈയൊഴിയപ്പെട്ടവൻ്റെ അവസ്ഥ. ഇപ്പോൾ ബാങ്കിൽ തന്നെ നമ്മൾക്ക് മകളെ കെട്ടിക്കാനും വീട് വെക്കാനും പറമ്പ് മേടിക്കാനും ജോലിക്കും ഇങ്ങനെ പല പല മൾട്ടിപ്പർപ്പസ് നമ്മൾ ചില സമയത്ത് ബാങ്കിലെ ഒരാളെ തന്നെ ആശ്രയിച്ച് അങ്ങനെ ഇരുന്ന് അത് കിട്ടാനായി. അപ്പോൾ അത് വെച്ചാൽ നമ്മൾ ബാക്കി എല്ലാം അറേഞ്ച് ചെയ്യണത്. പെട്ടെന്ന് മാനേജർ മാറിപ്പോകുന്നു. അപ്പം നേരത്തെ ഇരുന്ന മാനേജറിന് അറിയാമായിരുന്നു, അയാൾ മാറിപ്പോണ മാനേജർ അറിയാമായിരുന്നു, അയാൾ മാറിപ്പോകുന്നു. അയാൾ നമ്മളോട് അത് പറഞ്ഞില്ല. അയാൾ നല്ല മുഖത്തോടെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് തരാമെന്ന് പറഞ്ഞ് നിൽക്കരുത്. അപ്പം നിങ്ങളവർക്കും ഇങ്ങനെ ഈശോൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തിനാ അച്ഛൻ പെട്ടെന്നിങ്ങനെ ഒരു ബാങ്കിൻ്റെ വിഷയത്തിലേക്ക് ചുമ്മാ ഒരു സില്ലി കേസിലേക്ക് കുപ്പ് കുത്തണമെന്ന് ചോദിക്കും. അത് സില്ലി കേസല്ല. ആ അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് ഭയങ്കര സീരിയസ് ആണ്. പെട്ടെന്നാണ് ഈ മനുഷ്യനെല്ലാം അയാളുടെ വാക്കിൽ ആശ്രയിച്ച് എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ സമയത്ത് പെട്ടെന്ന് ഇതുപോലെ ഒരു അശനിപാതം വരണത്. അപ്പോഴാണ് കൈയൊഴിയപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞത്. ഇപ്പം മനസ്സിലായില്ലേ? ഈ കൈയൊഴിയപ്പെടുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവുന്ന നിർബന്ധമില്ല. വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പെട്ടുപോകും. ഇങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് അത് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് ഇതുപോലെ. അതായത് ഈശോനെ ആർക്കും കൈയൊഴിയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യന്മാർക്ക് ആർക്കും കൈയൊഴിഞ്ഞാൽ അത് ഏക്കത്തില്ല. അതും ഭയങ്കര രസമാണ്. അതായത് മനുഷ്യന്മാരൊക്കെ ഈശോനെ കൈയൊഴിഞ്ഞ അങ്ങ് ഏക്കത്തില്ല. അത് ഈശോക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഈ വലിയവരെന്ന് പറയുമ്പോൾ വലിയവർക്ക് വരാൻ പോകുന്നത് വലിയ പ്രയാസങ്ങളായിരിക്കും. ചെറിയവർക്ക് വരാൻ പോണത് ചെറിയ പ്രയാസങ്ങൾ. ഇതുപോലെ തന്നെ ഈശോയ്ക്ക് വന്നപ്പോൾ എന്നാ വരുന്നത്? ഈശോനെ കൈയൊഴിഞ്ഞത് ആരാണ്? അപ്പയാണ്. കാര്യം അവസാന നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടുണ്ടേ യേശുവിൻ്റെ ഏറ്റവും വലിയ പീഡാസഹനം എന്ന് പറയണത് അപ്പ കൈയൊഴിഞ്ഞ പോലെ തോന്നിയതാണ്. അപ്പോൾ ഈശോ എന്നാ ചെയ്തത്? ആ ഒരു മഹാസങ്കടങ്ങളെ ഈശോ അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണത്? ഈശോ തൻ്റെ തല ഇത്രയും നാൾ ഉയർത്തി നിന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? അപ്പാ എനിക്കുണ്ടെന്നും പറഞ്ഞാണ് തല ഉയർത്തി നിന്നത്. നമ്മളെയൊക്കെ തല ഉയർത്തി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ടാകും. വ്യക്തികളാകാൻ ചിലപ്പോൾ അല്ലേ? നമ്മൾ തല ഉയർത്തി നടക്കണേ എന്താണ്? നമുക്ക് ജീവിത പങ്കാളിയുണ്ട്, ജോലിയുണ്ട്, നമുക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നമുക്കതിന് ജോലിയുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ തല ഉയർത്തിക്കൊണ്ട് നടക്കും. പക്ഷെ ചില സമയത്ത് നമ്മുടെ തല ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൈ ഒഴിയുന്ന അവസ്ഥ വരും. ഈശോയ്ക്കുണ്ടായിരുന്നതാണ്. ഈശോയെ തല ഉയർത്തിക്കൊണ്ട് നടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പ എനിക്കുണ്ടെന്നുള്ളൊരു ബോധ്യമാണ്. അത് ഈശോ അത് ഇടയ്ക്ക് പറയുമായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും. അയ്യോ, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും. ഏകനായി വിട്ടുപോകുന്ന കാലം വരും. അതൊക്കെ ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈശോയുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഈശോയുടെ കുരിശ് എന്താണെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഈശോയുടെ പറയാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈശോയുടെ കുരിശെന്ന് പറയണത്. പറഞ്ഞു മനസ്സിലായോ? ഈശോയുടെ കുരിശ് എന്താണെന്ന് ചോദിച്ചാൽ ഈശോയോട് നേരത്തെ
എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതിരുന്ന കാര്യങ്ങളാണ് ഈശോയുടെ സാക്ഷാൽ കുരിശ്. ഇപ്പം ഈശോ ചില സമയത്ത് പറയത്തില്ലേ, അത് രഹസ്യമാണ്, അത് മനുഷ്യപുത്രന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനായ ഈശോയ്ക്ക് ആ വിഷയം പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല, വെളിപ്പെടുത്താൻ അനുവാദം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു സംഭവമാണ് പിതാവ് ഉപേക്ഷിക്കുമെന്ന് പറയുന്ന ആ രഹസ്യമില്ലേ, അത് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ ഈശോ അങ്ങനെ പറയത്തില്ലല്ലോ. നിങ്ങളെല്ലാവരും ആ വചനം ശ്രദ്ധിച്ചാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാമത്തെ വാക്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹോസാന ഹല്ലേലൂയ ഹോസാന Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah. Praise the Lord. Hallelujah. ഇപ്പം നമ്മൾ കണ്ട വചനം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32-ാമത്തെ തിരുവചനമാണ്. ഇതെന്താണ് വിഷയം? ഇത് ഈശോയോട് പറയാതെ വെച്ചിരുന്ന ഒരു രഹസ്യമാണ്. എന്താണ്? നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന, ഏകനായി വിട്ടും വെച്ച് പോകുന്ന കാലം വരും. 16-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ തിരുവചനം. നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? ഇങ്ങനെ നേരത്തെ വെളിപ്പെടുത്താത്ത സംഭവങ്ങൾ, ഇതിന് നമ്മൾ എന്താ പറയണത്? ആകസ്മികമെന്ന് പറയും അല്ലേ? ആകസ്മിക സംഭവങ്ങൾ. ഈ ആകസ്മിക സംഭവങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരിശ്. നേരത്തെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത് ഇന്ന സമയത്ത് ഇന്നതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷൻസ് എടുക്കാം അല്ലേ? ഒരു മുൻകരുതൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റാത്ത. നാളെ രാവിലെ മുതൽ കേരളത്തിൽ മഴയാണല്ലേ? ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ കന്യാകുമാരി മേഖലയിൽ വരുമെന്നാണ്, മഴയായി വരുമെന്നാണ്, കാറ്റായി കൊടുങ്കാറ്റായി വരുമെന്നാണ് പറയണത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലൂടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു മക്കൾ പോലും ജീവിതാവസ്ഥകൾ പോലും ഒരു രാജ്യത്തും കൊടുങ്കാറ്റിനാൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഈ നിമിഷം ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഈ നിമിഷം ഈശോയോട് രാജ്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് അടങ്ങാൻ കൽപ്പിച്ചവനെ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം എല്ലാ രാജ്യങ്ങളുടെ മേലും നിന്നുകൊണ്ട് കാറ്റിന്റെ മേലെ ഉയർത്തിക്കൊണ്ട് ലോകത്തിന് സംരക്ഷണം നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും
ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും. ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകയില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും. ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും. ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇതാണ്. ഇതുപോലെ ചില സമയത്ത് ഇപ്പോൾ ഇന്ന് ഓറഞ്ച് അലർട്ട് കേരളത്തിൽ തന്നെ റെഡ് അലർട്ടുണ്ട്, യെല്ലോ അലർട്ടുണ്ട്, ഓറഞ്ച് അലർട്ടുണ്ട്. അപ്പം മുൻകരുതൽ കൊടുത്തിരിക്കുകയാണ് നേരത്തെ. അപ്പം ചില ജീവിതത്തിലെ പല കാര്യങ്ങൾ ഇത് ഗവൺമെൻറ് എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? അതായത് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത് പകലെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് കാണും, നല്ല ആകാശം, നീലാകാശം, തെളിഞ്ഞ ആകാശം കാണും, വെയിലും ഉണ്ടാകും. അത് വിചാരിച്ചുകൊണ്ട് ആരും മുൻകരുതലെടുക്കാതിരിക്കരുത്. ഇത് പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ചേഞ്ച് വരാൻ പോകണമെന്നൊക്കെയാണ് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത്. ഞാനത് അനുഷംഗികമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. അപ്പോഴേ അതായത് ഇത് പക്ഷേ ഇതൊക്കെ നമുക്കൊരു മുന്നറിവ് തരുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതുണ്ടാകും. അത് ദൈവകോളം എന്ന് പറയും. വാസ്തവത്തിൽ ദൈവത്തിന് പൂരിപ്പിക്കാനുള്ള കോളമാണ്. എല്ലാം നമ്മളോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ പ്രീ പ്ലാൻ ചെയ്യാതെ ചില കാര്യങ്ങൾ സംഭവിക്കും. അതാണ് നമ്മൾ ഇപ്പോൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ ചില പരീക്ഷകൾക്ക് ചില ക്വസ്റ്റ്യൻസ് 2 മാർക്ക്, ചിലതിന് 20 മാർക്ക് ഇല്ലേ? അപ്പോൾ ചില കുട്ടികൾ ആ 2 മാർക്കിൻ്റെ പരീക്ഷ ശരിക്ക് അറിയാവുന്നതാണെങ്കിൽ 4 പേരൊക്കെ എഴുതി വെക്കും. ഒരു കാര്യമില്ലേ, 2 വരി എഴുതിയാൽ മതി. കാര്യം അതിന് 2 മാർക്കല്ലേ ഉള്ളൂ. ഇത് 2 മാർക്കിന് നമ്മൾ 20 വരി എഴുതി വെക്കുന്ന സമയത്ത് ആ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഇതുപോലെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരണത് അൺഅനൗൺസ്ഡ് ആയിരിക്കും, പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണിപ്പോൾ ഈ 16:32 പറയണത്. എന്താണ്? നിങ്ങൾ എല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും, പക്ഷേ ഞാൻ ഏകൻ അല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. അതാണ് പ്രശ്നം. അതായത് ഈശോ ധരിച്ചിരുന്ന, മനുഷ്യനായി ഈശോ ധരിച്ചിരുന്നത് ഏത് കാലാവസ്ഥയിലും പിതാവ് കൂടെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ പ്രീ പ്ലാൻഡ് അല്ലാത്ത ആകസ്മികമായൊരു സംഭവം, അതായത് നമ്മളുടെ അട്ടിപ്പതറിപ്പോകുന്ന ഒരു സംഭവം പിതാവിൻ്റെ മിസ്സിങ് ആണ്. കുരിശിൻ്റെ നല്ല തീവ്ര മുഹൂർത്തത്തിലെ പിതാവ് ഈശോനെ ഓഫണാക്കി കളയും, ഡിസോൺ ചെയ്ത് കളയും. അപ്പോഴ് ഈശോ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊരു ശരീരഭാഷയുണ്ട്, ഒരു വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. കാര്യം ഇങ്ങനെ അതായത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് ഇതിന് ശേഷം പിന്നെ ഉയർപ്പാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മുഹൂർത്തത്തിന് ശേഷം പിന്നീട് നമ്മൾ സംഭവിക്കുന്നത് എന്താണ്? ഉയർപ്പാണ് സംഭവിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ വരെ ഉണ്ട്. കാര്യം എന്താ? സുവിശേഷത്തിൻ്റെ ചില പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായാണ് യേശുവിൻ്റെ ബോഡി 3 ദിവസങ്ങളിൽ കല്ലറയിൽ അടക്കപ്പെടുന്നത്. പക്ഷേ ദൈവപുത്രനായ ഈശോയെ സംബന്ധിച്ചിടത്തോളം ആ സമയം തന്നെ ട്രാൻസ്ഫോം ആവും. അങ്ങനെ ചിന്തിക്കുന്ന, ഞാൻ സഭയുടെ പഠനമല്ല പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. ഞാനിവിടെ എന്താ കോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 20 മാർക്കിൻ്റെ ചോദ്യമാണിത്. എന്താണ്? നേരത്തെ ഒരു സൂചന പോലും ഇല്ലാത്ത ചില സമയത്ത്
ഒരു സൂചന പോലും ഉണ്ടാകത്തില്ല. ഒരു സൂചന പോലും നമുക്ക് തരാത്ത സമയത്ത് പെട്ടെന്ന് ദൈവം കയറി ഇടപെടും. അതായത് ദൈവഹിതത്തിൻ്റെ ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഈശോ ഇവിടുന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, രക്ഷപ്പെടാൻ കാരണം പരിശുദ്ധാത്മാവ് ഇതിന് ശേഷമാണ് ഇതിൻ്റെ നിർദ്ദേശം കൊടുത്തിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈശോയിൽ നിന്ന് ആത്മാവ് പിരിയണത്. പക്ഷെ പിരിയണ മുമ്പ് സുവിശേഷം ഒരു കാര്യം പറയും. എന്താണ്? അവൻ തല ചായ്ച്ച് ജീവനെ സമർപ്പിച്ചു എന്ന്. ഭയങ്കര വാക്കാണത്. അവൻ ജീവനെ സമർപ്പിച്ചിട്ട് തല ചായ്ക്കുകയല്ല ചെയ്യണത്. അങ്ങനെ നമുക്കൊക്കെ അങ്ങനെയാണ്. ജീവൻ പോകുമ്പോഴല്ലേ തല ഒടിഞ്ഞു വീണത്. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ ജീവനെ സമർപ്പിച്ചു, തല ചായ്ച്ചു. അത് വല്ലാത്ത ഒരു വാക്കാണത്. എന്ന് വെച്ചാൽ അവൻ ബോധത്തോടെ ആണ് ജീവനെ സമർപ്പിച്ചത്. ആ ജീവനെ സമർപ്പിക്കുന്നതിൻ്റെ ബോഡി ലാംഗ്വേജ് ആയിട്ടാണ്, ബോഡി ഭാഷയായിട്ടാണ് തല ചായ്ക്കുക എന്ന് പറയണത്. ഇപ്പം തല ചായ്ക്കണത് എന്താണ് അവിടെ? ഇറ്റ്സ് എ പ്രെയർ. അല്ലാതെ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ലൈഫ് അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബലൂൺ കുത്ത് വീഴുമ്പോൾ കാറ്റ് പോണ പോലെയുള്ള സാങ്ഷൻ വിഷയമല്ലത്. അതായത് അൺഅനൗൺസ്ഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോൾ ആക്സിഡൻറ്റിലെ ഇപ്പോൾ ചിലർ പറഞ്ഞില്ലേ, എൻ്റെ മകൻ മരിച്ചു പോയെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളവരുടെ ഇപ്പോൾ അവർ നേരത്തെ ചിന്തിച്ചതാണോ? അത് നേരത്തെ ചിന്തിച്ചതാണോ? ഇല്ല. പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിപ്പോയെന്ന് പറയത്തില്ലേ, നേരത്തെ ചിന്തിച്ചതാണോ? ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴേ എനിക്ക് വളരെ പരിചയമുണ്ടായിരുന്ന ഒരാൾ എൻ്റെ മുഖം കണ്ട്. പക്ഷേ അതിന് ആദരാഞ്ജലി എന്ന് എഴുതിയിരുന്നത്. ഞാനൊരു ദിവസം അപ്പം തന്നെ മൊബൈൽ പൊത്തി ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കോവിഡിൻ്റെ കാലത്തെ വളരെ പ്രിയപ്പെട്ടവരൊക്കെ ആകസ്മികമായി ഇങ്ങനെ മാഞ്ഞു പോവുകയല്ലേ. ഇപ്പോഴ് നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കുകയല്ലേ ഓരോ കാര്യങ്ങൾ. ഇങ്ങനെ ആകസ്മികമായി സംഭവിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല പണ്ട്. ഇത്രയും ആകസ്മികമായൊക്കെ. ഇപ്പം എത്രയോ പേർക്കാണ് കൂട്ടുകാരെ നഷ്ടപ്പെട്ടത്, എത്ര പേർക്ക് ബന്ധുക്കളെ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടു. ഇത് നമ്മൾ കണക്ക് കൂട്ടിയ കാര്യമാണോ? ആകസ്മികമായി സംഭവിച്ച പോലെയാണ് ദൈവത്തിലെ. അപ്പോൾ എൻ്റെയും ജീവിതത്തിൽ മാത്രമല്ല, ഈശോയുടെ ജീവിതത്തിലും ഈ 16-32 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും, പക്ഷെ ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാണ്ടിരിക്കണ അവസ്ഥ. ഇപ്പം കുർബാന കഴിയണ സമയത്ത് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയത്തില്ലേ? എന്നിട്ട് നിങ്ങൾ ചിലർ സമാധാനം ഇല്ലാണ്ട് പുറത്തേക്ക് പോകത്തില്ലേ? അപ്പോൾ സമാധാനമുണ്ട്, നിങ്ങളുടെ കൂടെയാണെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ വീട്ടിലെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടണില്ല. ഇത് ജീവിതാനുഭവമാണ്. ശരിക്കും ഇത് ജീവിതാനുഭവമാണ്. എന്തിൻ്റെ കുഴപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ വിചാരിക്കുന്നതിനെതിരായിട്ട്, ഇപ്പം പിതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഏകനല്ല, നിങ്ങളെല്ലാവരും എന്നെ വിട്ടേച്ചും പോകുന്ന കാലം വരും എന്ന് പറയുമ്പോഴും, അങ്ങനെ ആശിച്ചും ആഗ്രഹിച്ചും വിശ്വസിച്ചും പ്രത്യാശിച്ചും ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ വിശ്വാസത്തിനെതിരായി, നമ്മുടെ പ്രത്യാശയ്ക്കെതിരായി പെട്ടെന്ന് ഈശോനെ പിതാവ് കൈവിട്ട് കളയുന്ന അവസ്ഥ. ഇതന്നെയാണ് നമ്മൾക്കും പലർക്കും പറ്റുന്ന അവസ്ഥ. ഈശോ എല്ലാത്തിലും നമ്മൾക്ക് സമനായെന്ന് പറയണില്ലേ? ഭയങ്കരമായ വാക്കാണത്. അവൻ പാപം ഒഴികെ മറ്റെല്ലാത്തിലും നമ്മൾക്ക് സമനായെന്ന് പറയുന്ന വാക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആകസ്മികവും അല്ലാതെയുമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കുമാണ് അവൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്.
നമ്മൾ ചെറിയ നോൻപ് ആരംഭിച്ച മനുഷ്യാവതാരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യാവതാരത്തിൻ്റെ തലങ്ങളുണ്ടല്ലോ. ഇപ്പം ചെറിയ നോൻപിൻ്റെ കാലത്ത് നമ്മൾ ധ്യാനിക്കണത് എന്താണ്? കർത്താവിന് മനുഷ്യാവതാരമാണ്. ഈ മനുഷ്യാവതാരത്തിൻ്റെ അനുഭവ തലങ്ങളെ അതീവ ആഴമുള്ളതാണ്. ഇപ്പം എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല എന്നർത്ഥം. കാര്യം എൻ്റെ വായിൽ കർത്താവ് തരുന്നതാണ് ഞാൻ നിങ്ങൾക്ക് തരണത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാലേ ഇവിടെ നിൽക്കണത്. ഇപ്പോഴെന്താ ഈശോ പറയണത്? അതായത് അവൻ പാപമൊഴികെ നമുക്ക് എല്ലാത്തിനും നമുക്ക് സമനായി ജീവിച്ചു എന്ന്. അതിനകത്തുള്ളതാണ് ഈ ആകസ്മികമായ വിയോഗവും ആകസ്മികമായ കൈയൊഴിയലും ഒക്കെ. ഇങ്ങനെ ആകസ്മികമായ കൈയൊഴിയൽ നിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈശോൻ്റെ ജീവിതത്തിൽ പോലും സംഭവിച്ച ഒരു വിഷയമാണ്. പെയിനിലൂടെ പരിശുദ്ധാത്മാവ് ദൈവവേദനെ നിന്നോട് എന്താ പറയണത്? ഇത് ഒരു 20 മാർക്കിൻ്റെ ചോദ്യം പോലെയാണ്. ഈ ചോദ്യത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ ഇടയായാൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് ജയിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഇതൊരു 20 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? നേരത്തെ ഔട്ട് ഓഫ് ദി സിലബസ് ചോദ്യങ്ങൾ വരികയാണ്. അപ്പം നിങ്ങളെന്താ പറയണത്? ഇറ്റ് ഈസ് അൺജസ്റ്റിസ്, ഇൻജസ്റ്റിസ് എന്നൊക്കെ നമ്മൾ പറയും. എന്താ പറയണത്? ഇത് ഔട്ട് ഓഫ് ദി സിലബസ് ആണെന്ന് പറയും. പരീക്ഷ കഴിഞ്ഞ ചോദ്യങ്ങളൊന്നും ഇല്ല, ഉത്തരവും ഇല്ല. നീ അതിങ്ങനെ മാനേജ് ചെയ്തിരിക്കണമെന്ന് നോക്കത്തുള്ളൂ. അപ്പോൾ 20% ചോദ്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഔട്ട് ഓഫ് സിലബസാണ്. കാര്യം നമ്മൾ വിചാരിക്കണ പോലെയും നമ്മൾ വിചാരിക്കണ പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഔട്ട് ഓഫ് സിലബസാണ്. ആകസ്മികമായി സംഭവിക്കും. നമ്മുടെ ചിന്തകൾക്ക് സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് സംഭവിക്കും. ദൈവത്തിലെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഞാൻ ചില സമയത്ത് ഈ ജാക്വലിൻ കെന്നഡി അമ്മ റോസ് കെന്നഡിയെക്കുറിച്ച് ഇടയ്ക്ക് ഓർക്കും. കാര്യം അവരുടെ 2 മക്കളും അതായത് അവിടെ ഭർത്താവും മകനും വെടിയേറ്റാണ് മരിച്ചത്. ഈ മകൻ വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് അവർ ദേവാലയത്തിലുണ്ട്. ഒരു ഫടൻ വന്നിട്ടാണ് അവരോട് പറയണത്, മകൻ ഷോട്ട് ഡെഡ് എന്ന് പറയണത്. അപ്പോൾ അവർ 4ാമത്തെ ദിവസം ചൊല്ലിക്കൊണ്ട് നിൽക്കുക, സോറോഫുൾ മിസ്റ്ററീസിൻ്റെ. അപ്പോഴെന്താ? കർത്താവ് കുരിശ് ചുമക്കണതാണ്. പിന്നെ അവർ ഒരു ദിവസം കൂടിയുണ്ട്. എന്താ? കർത്താവ് കുരിശിൽ മരിക്കണത്. അതുകൂടി ചൊല്ലിയിട്ടാണ് അവിടെ എഴുന്നേറ്റത്. ദൈവ തിരുമനസ്സിനോട് ആകസ്മികമായി വരുന്ന വിഷയങ്ങളെ വിശ്വാസി എങ്ങനെ സമീപിക്കുന്നു, അഥവാ എങ്ങനെ, അത് ആണ് അച്ഛൻ പറഞ്ഞ് 20 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയണത്. ഔട്ട് ഓഫ് സിലബസാണത്. ഒരിക്കലും വിചാരിക്കാത്തതാണ്. നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്നുള്ളതല്ല. പഠിച്ച പാഠത്തിൽ നിന്നുള്ള ഇല്ലാത്ത ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ അതിനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്യണത് എങ്ങനെയാണെന്നാണ് ഈശോ കുരിശിൽ കാണിച്ചത്. എന്താ? അവൻ ജീവൻ പിതാവിനെ സമർപ്പിച്ചിട്ട് അവൻ തല ചായ്ച്ചു. തല കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പക്ഷേ ബൈബിളിലെ ഒരേ ഒരു രംഗമാണ്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. ഇപ്പോഴേ മർക്കോസിൻ്റെ സുവിശേഷം 14:35 എന്ന് വായിച്ചപ്പോളെ, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 19:30.
നമുക്കൊരു വചനം കൂടി വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. യേശു വിനാഗിരി രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതാണ് അച്ഛൻ നേരത്തെ പറഞ്ഞത്. അതായത് തല ചായ്ക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. എന്നിട്ടാണ് ഈശോ തൻ്റെ ജീവനെ പരപിതാവിന് സമർപ്പിക്കുന്നത്. ഇപ്പം തല ചായ്ക്കുന്നത് ഒരു പ്രെയർ ഫോമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മനുഷ്യാവതാരത്തിൻ്റെ കാണാപ്പുറങ്ങളാണ്. ചെറിയ നോൻപ് കാലത്ത് ധ്യാനമാണിത്. മനുഷ്യാവതാരത്തിൻ്റെ കാണാപ്പുറങ്ങൾ, അതായത് നമ്മൾ കാണാത്ത കാര്യങ്ങൾ ഔട്ട് ഓഫ് ദി സിലബസായിട്ട് നമ്മളുടെ ചിന്തയിലും ധാരണകളിലും നേരത്തെ ഒരു മുന്നറിവില്ലാതെ ആകസ്മികമായി സംഭവിക്കുന്ന വിഷയങ്ങളെ നമുക്ക് തല ചായ്ച്ച് കൊടുക്കാനുള്ള വിഷയങ്ങളാണ്. ദാറ്റ്സ് എ പ്രെയർ. എന്ന് വെച്ചാൽ ഇത് ഏതുമായിട്ടാണ് കണക്ഷൻ എന്നറിയാമോ? ഈ 19:30 എന്തുമായിട്ടാണ് കണക്ഷൻ എന്നറിയാമോ? ഈ വചനം ലിങ്ക് ചെയ്യണത്, ഈ വചനം ലിങ്ക് ചെയ്യണത് 53:7 ഐസയാവിൻ്റെ 53:7 എന്താണ്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല, അവൻ തല ചായ്ച്ചു. അവൻ തർക്കിച്ചില്ല, ബഹളം ഉണ്ടാക്കിയില്ല. മക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വരുന്ന ആകസ്മികമായ സംഭവങ്ങളെ കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണ്? അത് ദൈവത്തോട് തർക്കിക്കാനുള്ളതല്ലെന്ന്, അത് ബഹളമുണ്ടാക്കാനല്ല ഉള്ളതല്ല, അത് സഹനദാസൻ്റെ സിലബസാണ്. സഹനദാസൻ്റെ സിലബസ് എന്ന് പറയുന്നത് എപ്പോഴും മഹത്വത്തിൻ്റെയും ഉയർപ്പിൻ്റെയും നമ്മളുടെ ഉത്ഥാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്, ഈ നമ്മുടെ മഹത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ അൺഅനൗൺസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ 19 ഇപ്പോൾ വിനാഗിരി വെള്ളമാണ് ചോദിക്കണത്. വെള്ളം ചോദിച്ചതാണേ, കർത്താവ് വെള്ളമാണ് ചോദിച്ചത്. നമ്മളത് വ്യാഖ്യാനിച്ച് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കണം എന്നൊക്കെ പറയണത് ഒരു ആധ്യാത്മികമായൊരു വ്യാഖ്യാനമാണ്. പക്ഷെ ചോദിച്ചത് എന്താണ്? ഒരു കറ വറർച്ചയായിട്ട് അവൻ 3 മണിക്കൂർ ഈ വെള്ളത്തിൽ ഇതിന്മേൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് നാക്ക് വരെ തീ നാക്കായി പോയി കാണും, വരണ്ടിട്ട്. അപ്പോൾ ഒരു ഇറ്റ് വെള്ളത്തിനാണ് ചോദിക്കണത്. പക്ഷെ കൊടുക്കണത് എന്താ? വിനാഗിരി. അതാണ് അപ്രതീക്ഷിതമെന്ന് പറയണത്. വെള്ളം കിട്ടുമെന്ന് കർത്താവ് കുറേ പ്രതീക്ഷിച്ച് കാണും. പക്ഷെ നാവിനെ തൊട്ടപ്പോഴാണ് മനസ്സിലായത് വെള്ളമല്ല, ഇത് വിനാഗിരിയാണെന്ന് മനസ്സിലാകണത്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വരണത്. അപ്പോഴേ വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് ബന്ധുക്കളോടാകാം, സ്വന്തപ്പെട്ടവരോടാകാം, സർക്കാരിനോടാകാം, സഹോദരങ്ങളോടാകാം, സഭയോടാകാം. നമ്മൾ ആ ഒരു നിമിഷത്തിൽ ചോദിക്കുന്നത് വെള്ളമായിരിക്കും. പക്ഷേ നമ്മൾക്ക് കിട്ടുന്നത് വിനാഗിരി ആയിരിക്കും. ഇതാണ് വിനാഗിരി അനുഭവങ്ങളെന്ന് പറയണത്. ഈ വിനാഗിരി അനുഭവത്തിൻ്റെ സമയത്താണ് ഇതിനെ ഈശോ പ്രെയർ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യണത്. അതിമനോഹരമാണ്. എന്താ ഈശോ ചെയ്യണത്? ഉടനെ അവൻ തല ചായ്ക്കും. തല ഉയർത്തി നമ്മളെ നിർത്തിയവൻ നമ്മളെ കൈവിട്ടാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? തല ചായ്ക്കും. ആരുടെ മുമ്പിലാണ്? കർത്താവിൻ്റെ മുമ്പിൽ തന്നെ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ. അപ്പോഴും നമ്മൾ ദൈവത്തെ കൈവിടത്തില്ല. ദൈവം കൈവിട്ടെന്ന് ഈശോക്ക് തോന്നിയപ്പോഴും ദൈവത്തെ കൈവിടാത്ത ആൾ ഉയർത്തെഴുന്നേക്കാതെ പിന്നെ എന്ത് ചെയ്യും? അതായത് നമ്മുടെ ഒരു നമുക്കറിയാമല്ലോ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താ? നിത്യതയാണ്. ഈ നിത്യത നമ്മളെ ഉറപ്പ് വരുത്തുന്ന ജീവിത അനുഭവങ്ങളെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചില സമയങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കാണും തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ, തല ചായ്ക്കുമ്പോൾ. പക്ഷേ എപ്പോഴും നമ്മളത് ഓർക്കുമ്പോഴും, തല ചായ്ക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം കിടക്കണത് അപ്പോഴേ യോഹന്നാൻ 19:30 അവൻ തല ചായ്ച്ചു, ജീവനെ സമർപ്പിച്ചു. അതിന് വ്യാഖ്യാനം എവിടെ ഉള്ളത്? ഐസയ 53:7 അവൻ തർക്കിച്ചില്ല,
ബഹളം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നതിന് പകരം യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അവൻ തല ചായ്ച്ചു എന്ന്. രണ്ടും ഒന്നാണ് ശരിക്കും. ഇപ്പം ദൈവത്തിലെ നിൻ്റെ ഭർത്താവ് ഇപ്പം മരിച്ചെന്ന് വിചാരിച്ചു. വിധകൾ എന്തുമാത്രമാണ് ധ്യാനം കൂടുന്നത്. നിൻ്റെ മക്കളിപ്പോൾ നിന്നെ ഒരിക്കലും, ഇപ്പം ചില മക്കൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മരണം കാണാം. അയ്യോ, ഞാൻ തന്നെ വിളിച്ച് പോയിട്ടുണ്ട്. ആമക്കളുണ്ട് പെമ്മക്കളുണ്ട് ഈ ടൈപ്പ്. അതായത് അവർ നമ്മളുടെ കൂടെ ഇങ്ങനെ നിഴൽ പോലെ നടന്ന് നമ്മുടെ സാരത്തും വെച്ച് പിടിച്ച് നടന്ന മക്കൾ, അമ്മ അപ്പാന്നും പറഞ്ഞ് ചാകാൻ വേണ്ടി നടന്ന മക്കൾ ഇപ്പം ചാകണം നിർബന്ധമില്ല, നമ്മളൊന്ന് തിരക്കാവില്ല നമ്മളെ. ഇപ്പം ചില വിവാഹം കഴിക്കുന്നതോടുകൂടി ചില കഴിച്ച പെണ്ണുങ്ങളുടെ വീട്ടിലോട്ട് ഈ ചെറുക്കൻ ചെല്ലണ സമയത്ത് അവിടെ അവർ 3 ദിവസം കൊണ്ട് ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത് കളയും. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. നമ്മളീ പുതുക്കത്തിനൊക്കെ പോകണമെന്നൊക്കെ പറയത്തില്ലേ, വിരുന്നിന് പോകണമെന്നൊക്കെ പറയത്തില്ലേ, പോയച്ചും വരുമ്പോൾ ഇയാൾ മാറിയിരിക്കും. പോയച്ചും ഒന്ന് വരണം. ഒരു 3 ദിവസം കൊണ്ട് ചില അമ്മായിമ്മമാർക്ക് ഒരു മകനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി 3 ദിവസം മതി. അവളുടെ കൂടെ ആ വീട്ടിൽ പോയി നിൽക്കണ ആ 3 ദിവസം കൊണ്ട് നീ എന്തുണ്ടാക്കി ഗൾഫിൽ, നീ നാൾ ഗൾഫിലല്ലായിരുന്നോ, 10-15 കൊല്ലമായില്ലേ, അപ്പോൾ ഒരു 2 കോടി രൂപ നിൻ്റെ ഉണ്ടാകേണ്ടതല്ലേ, നിൻ്റെ എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ മകൾ പറയും, ഇതെല്ലാം പെങ്ങന്മാർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയല്ലേ, ഇതെല്ലാം അനിയന്മാർക്ക് വേണ്ടി കൊടുത്തിരിക്കണല്ലേ, അപ്പനും ഉണ്ടാക്കരുത്, ഇനിയെങ്കിലും നീ ഒന്ന് ജീവിക്കാൻ നോക്കടാ. ഇങ്ങനെ ഒന്ന് ഒരു ചെറിയ സാരി ഇട്ട് കൊടുത്താൽ മതി, ചെറിയൊരു സാരി ഇട്ട് കൊടുത്താൽ മതി. ഇവൻ്റെ അതോടെ അവൻ്റെ ജീവിതം പോയി. എന്നുവെച്ചാൽ പിന്നെ ഇവൻ തിരിച്ചവരെങ്ങനെ അറിയാമോ, ഈ മത്തങ്ങാപുറത്ത് തലയായിട്ടേ വരേണ്ടത്. അപ്പം അമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതിയോടുകൂടി മക്കൾ അമ്മ വീട്ടിലിട്ട് വരികയല്ലേ, തിരിച്ചു വരികയല്ലേ. അപ്പോൾ 3 ദിവസം അവിടെ ഇല്ലായിരുന്നല്ല. അപ്പോൾ അവനെ സന്ധിക്കാൻ നിൽക്കുമ്പോഴുണ്ട് ഇവൻ്റെ മോന്ത തെളിയത്തില്ല. പിന്നെ അത് പറഞ്ഞ് ഈ നാട്ടുഭാഷയെ പറഞ്ഞ കച്ചും കൈയും തിരിച്ചു വരുമ്പോൾ 1 മാസം കഴിയുമ്പോൾ അവൻ ചോദിക്കും. എന്താ ചോദിക്കണത്? എനിക്കിവിടെ എന്തുണ്ട്? അന്ന് വരെ ഒന്നും ചോദിക്കാഞ്ഞ മനുഷ്യനാണ്, അന്ന് വരെ ഒന്നും ചോദിക്കാഞ്ഞ മനുഷ്യനാണ്. ഇപ്പോഴവരൊരു ചോദ്യം ചോദിക്കണം, എനിക്കിവിടെ എന്തുണ്ടെന്ന്. അപ്പോൾ അമ്മ എന്താ ഉത്തരം പറയണം? അമ്മ ഇതുപോലെ എഴുതി വെച്ചിരിക്കണം. അവൻ പറയും ഉള്ളതല്ല ഇവിടെ ഉണ്ടല്ലോ മകനെ എന്ന് ചോദിക്കും. എന്നാലും അവൻ്റെ മോൻ തെളിയത്തില്ല. അവൻ കമ്പയർ ചെയ്യണം ചേട്ടൻ്റെ കാര്യം, അനിയൻ്റെ കാര്യം, പെങ്ങളുടെ കാര്യം എല്ലാം കമ്പയർ ചെയ്യും. അപ്പം പെട്ടെന്ന് നമ്മളെ മകനെന്ന രീതിയിൽ അല്ലെങ്കിൽ മകളെന്ന രീതിയിൽ പെട്ടെന്ന് അവർക്കൊരു മാറ്റം വരും. ഇത് നമ്മൾ പഠിക്കാത്ത പുസ്തകമാണ്. ജീവിതത്തിൽ പഠിക്കാത്ത പുസ്തകം കുറേ ഉണ്ടേ. പക്ഷേ ദൈവവേദനെ പഠിക്കാത്ത പുസ്തകത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അതിന് നീ എങ്ങനെ നീ അതിനെ എഴുതിയിരിക്കുന്നു. നിനക്ക് വേണേൽ ഉടനെ എഴുതാം, അവളെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ മക്കളെല്ലാം കണ്ട് ഗ്രൂപ്പ് അടിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അമ്മ ഉടനെ ഒരു ഷീൽഡ് പ്രതിരോധം തീർക്കും അവനെതിരെ. പിന്നെ ഇവിടെ ഒന്നും തള്ളും അസ്വസ്ഥതയൊക്കെയായി മാറി. പഠിക്കാത്ത ചോദ്യം വരുമ്പോൾ അമ്മ ഇങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അങ്ങനെ പ്രതിരോധിക്കണ്ട. നിങ്ങൾക്ക് ഈ മക്കളെ
തരണ മുമ്പ് ഒരാളുണ്ടേ, അയാൾ പറഞ്ഞിട്ടുണ്ടേ ഇതൊന്നും ഓവറായിട്ട് ആളിൽ നിന്നും അമിതമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോഴ് അങ്ങനെയുള്ള സമയം വരുമ്പോഴും നിൻ്റെ വിശുദ്ധി അത് പിന്നെ വൈരാഗ്യമായി, പകയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണിയായി, ഇങ്ങനെ കുറേ. ഇപ്പം നമ്മൾ നോൻപാണ്, കോഴിയിറച്ചി അവസാനിപ്പിച്ചു. ഇപ്പം എന്തെല്ലാം ഇപ്പം നോൻപ് തുടങ്ങുമ്പോൾ പല വീട്ടിലും വെജിറ്റബിളായി. പക്ഷേ വെജിറ്റബിൾ ആണെങ്കിലും നമ്മൾ വെജിറ്റബിൾ ആക്കി, നമ്മുടെ ഡയറ്റെല്ലാം വെജിറ്റബിൾ ആക്കി. പക്ഷേ മറ്റുള്ളവരെ നമ്മൾ വെജിറ്റബിൾ ആക്കും ഉടനെ. അതല്ലേ പ്രശ്നം. നമ്മൾ ഭക്ഷണം മാത്രമല്ലേ, കൂടെ ഉള്ളവരോ മൊത്തം മനുഷ്യരെ വെജിറ്റബിൾ ആക്കി കളയേ. എന്താ കാര്യം വെച്ചാൽ ഏഷണി, പരദൂഷണം, അതുപോലെ തന്നെ കൂട്ടിപ്പിടുത്തം, സ്ക്രൂ തിരി, പല കൊടുക്കുക, സ്ക്രൂ തിരിയുക, ഇങ്ങനെ പല പല കലാപരിപാടികൾ കൊണ്ട് നമ്മൾ കുടുംബം വെജിറ്റബിൾ ആക്കി കളയും. നോൻപിന് നമ്മൾ ഇറച്ചിയുമില്ല, മീനുമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഇത് നല്ല ശരിക്ക് കൈകാര്യം ചെയ്യാവുന്നൊരു ഇതിന് ഈ അമ്മയുണ്ടല്ലോ, അമ്മ സൂപ്പറാണ്. ഇങ്ങനെ ഒരു വിഷയം വന്നാൽ അമ്മ എന്ത് ചെയ്യുമെന്നറിയാവുക? അതാണ് നമ്മൾ അമ്മയെന്ന് പഠിക്കണമെന്ന് പറയണത്. എന്ന് വെച്ചാൽ ഞാൻ ഹൃദയശാന്തതയും എളിമയും ഉള്ളവരാണ്, എന്നിൽ നിന്ന് പഠിക്കാൻ ഈശോ പറഞ്ഞില്ലേ? 11:28 വായിക്കുമ്പോൾ ഇല്ലേ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:28, 29 വായിക്കുമ്പോൾ ഞാൻ ഹൃദയശാന്തതയും എളിമയും ഉള്ളവനാണ്, എന്നിൽ നിന്ന് പഠിക്കുവേൻ. ആ ഹൃദയശാന്തത എളിമയും ആരുടേതാണ്? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മയുടേതല്ലേ. അമ്മയുടെയൊക്കെ എന്നല്ലേ ഈശോ ഇത് പഠിച്ചത്? മനുഷ്യാവതാരത്തിൽ ഈശോ ആരാണ്? സമ്പൂർണ്ണമായ മനുഷ്യനാണ്. എന്നുവെച്ചാൽ മറിയത്തിൻ്റെ മകനാണ്. ഒരു മകൻ ഇതൊക്കെ പഠിക്കണത് എവിടെ നിന്നാണ്? ശരിക്കും പറഞ്ഞാൽ അമ്മയിൽ നിന്നാണ്. അതാണ് അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞ വാക്കില്ലേ, അത് തന്നെയാണ് ഈ 11:28 തന്നെയാണ്. ഹൃദയശാന്തത എളിമയുമാണ്. ഇപ്പം നിന്നെ തിരക്കി നിന്നെ പാലൂട്ടിയ പ്രചോദനങ്ങൾ ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന വാക്ക് തന്നെ അതനുസരിച്ചുള്ള ജീവിതമാണ് ഹൃദയശാന്തതയും എളിമയും എന്ന് പറയണത്. ഇത് ശരിക്കും നല്ല രസമാണ്. അതായത് മത്തായി 11:28 ഞാൻ ഹൃദയശാന്തത എളിമയുള്ളവനാണ്, എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നില്ലേ? അത് തന്നെയാണ് ഈശോയും പറയണത്, എൻ്റെ അമ്മയിൽ നിന്ന് പഠിക്കാൻ. ഇപ്പോൾ 11:27, 8:21 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം എല്ലാം അത് തന്നെയാണ്. എന്താണ്? ആരാണ് എൻ്റെ അമ്മ? എന്നിട്ട് ഈശോ തന്നെ പറയും എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ. ഇപ്പോൾ ദൈവവചനം കേട്ടപ്പോഴും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ അമ്മ എന്തായി മാറി? ഹൃദയത്തെ സംഗ്രഹിക്കുന്ന വ്യക്തിയായി മാറി. മനസ്സിലായില്ലേ? അതാണ് 2:19, 2:52 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം. ഇപ്പം ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ദൈവവചനം കേട്ട് അതനുസരിച്ചപ്പോൾ അമ്മ എന്തായി മാറി? ഹൃദയത്തെ സംഗ്രഹിക്കുന്ന ആളായി മാറി. ലെഫ്റ്റ് ആദ്യം കൈ ഒഴിഞ്ഞത് ആരാണ്? ഈശോനെ അപ്പ ആദ്യം കൈ ഒഴിഞ്ഞത് ആരെയാ? ഈശോനല്ല, അമ്മനെയാണ്. അപ്പം ആദ്യം കൈ ഒഴിഞ്ഞ് എൻ്റെ മക്കളെ കൈ ഒഴിഞ്ഞതിൻ്റെ സുവിശേഷമാണ് നീ പറയണമെന്നുകൊണ്ടിരിക്കണത്. അപ്പം ആദ്യം കൈ ഒഴിഞ്ഞത് ആരാണ്? ഈശോനാണോ? അല്ല, അമ്മനെയാണ്. അമ്മനെയല്ലേ കൊണ്ടുവന്ന് അവസാനം ഒരു ഇപ്പം 2:7 വിശുദ്ധ ലുക്കാൻ്റെ സുവിശേഷം എന്താ പറയണത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആകാശവും ഭൂമിയും നിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു കട്ടിൽ പോലും കൊടുക്കാനില്ല. അപ്പം വചനം വേറെ, അനുഭവം വേറെ. അതാണ് കൈ ഒഴിയണമെന്ന് പറയണത്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണില്ലേ? ആകാശവും ഭൂമിയും നിൻ്റേതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിന് പ്രസവിച്ച് കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ല. അപ്പോൾ വചനം ഒന്ന്, അനുഭവം ഒന്ന്, ഇങ്ങനെ വരും.
ഇതിനാണ് കൈയൊഴിയലെന്ന് പറയുമ്പോൾ. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇവിടെ ബെത്ലഹേമിൽ സംഭവിച്ചത്. അവസാനം മനുഷ്യൻ പോലും ഇല്ല, ഉള്ള മൃഗങ്ങളെല്ലാം ഉണ്ട്. അവശപിതാവുള്ളത് കട്ടൻ ചായ മേടിക്കാൻ പോവുകയും ചെയ്തു, രാത്രി കാണാനില്ല. അമ്മയും ഉണ്ട്, കുറേ മൃഗങ്ങളും ഉണ്ട്. അപ്പോഴാണ് ആട്ടടയന്മാർ വരണത് പറ്റതറിയാൻ വേണ്ടി. അവർ പോയി കഴിഞ്ഞാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. എന്താണ്? യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൻ കൈയൊഴിഞ്ഞത്, എന്ത് ചെയ്ത്? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മ തല ചായ്ച്ചു എന്നർത്ഥം. അപ്പൻ കൈയൊഴിഞ്ഞത്, അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മ തർക്കിച്ചില്ല, അമ്മ ബഹളം ഉണ്ടാക്കിയില്ല. അമ്മ ബഹളം ഉണ്ടാക്കിയില്ല എന്ന് 53:7 സകനദാസനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സകനദാസിയാണ് ഈ കിടക്കുന്നത്. അമ്മ ആദ്യമേ അത് പറഞ്ഞു. ഇത് ദാസ്യത്തിൻ്റെ വഴിയായിരിക്കുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. മാലാഖ വലിയ വായിലെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അവൻ മഹാനായിരിക്കും, വലിയവനായിരിക്കും, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും അമ്മയോട് പരിശുദ്ധാത്മ പറയും, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതുപോലെയല്ല വിശ്വസിക്കേണ്ടത്. അനുഭവത്തിൽ വരുമ്പോൾ വചനവും അനുഭവവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകത്തില്ലെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു. നീ കേട്ട വചനവും അതെന്നോ സംഭവിക്കേണ്ട കാര്യമാണ്. അതും ഇപ്പോഴനുഭവിക്കുന്ന ഈ വർത്തമാനകാല ജീവിതവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറയും എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോഴേ ആത്മാ പറയും, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ മതി. എന്താ? കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ് അതിൻ്റെ അർത്ഥം സുവിശേഷത്തിൻ്റെ രക്ഷാകര നടപടി അനുസരിച്ചുകൊണ്ട് സഹനദാസി എന്നാണ്, സഫറിങ് സർവൻ്റ് അർത്ഥം. അമ്മയും സഫറിങ് സർവൻ്റാണ്, കർത്താവിൻ്റെ ദാസിയാണ്. ദേവതലെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ അൺഅനൗൺസ്ഡ് ആയിട്ടുള്ള, ആകസ്മികമായിട്ടുള്ള, നേരത്തെ പറയാത്ത പഠിക്കാത്ത പാഠത്തിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ കർത്താവിൻ്റെ ദാസി. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ ഈ രക്ഷാകര ദിവരഹസ്യങ്ങളുടെ ധ്യാനത്തിൻ്റെ ചെറിയ കാലത്ത് പരിശുദ്ധ അമ്മയുടെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാഴ്ചപ്പാട് എന്താണ്? അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2:19 ലൂക്കാസ് വിശേഷം, അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുകൊണ്ട് അതെന്താണ്? അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിൻ്റെ ഈക്വൽ വേർഡ് എന്താണ്? അവൾ തർക്കിച്ചില്ല, ബഹളമുണ്ടാക്കിയില്ല. ദൈവത്തിലെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള ചില അനുഭവങ്ങളിലൂടെ ആകസ്മികമായി നിൻ്റെ ഭർത്താവ് മാറിപ്പോകുന്നു. അങ്ങനെ വരാമല്ലോ. ആകസ്മികമായി നിൻ്റെ ഭർത്താവ് മാറിപ്പോകുന്നു, സ്വഭാവം മാറിപ്പോകുന്നു. അങ്ങനെ വരാം. ഉടനെ പോയി നീ പോയിസണൊന്നും എടുത്ത് തിന്നേക്കരുത്. ആകസ്മികമായെന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മൈക്കെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ 6 ഗേൾ ഫ്രണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റായി നിൽക്കണം. അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൻ ഇട്ടിരിക്കുകയാണത്. അവൻ്റെ 6 ഗേൾ ഫ്രണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റായിരിക്കുന്ന, എന്നിട്ട് ഈ ഗർഭിണി പെണ്ണുങ്ങളെല്ലാം വയറും തടവി അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കണം. ആയിക്കട്ടെ, എന്തൊരു കാഴ്ച. ഒരു 3 ലക്ഷത്തോളം കമൻ്റാണ് അതിന് താഴെ. ചിലർ പറയും കോളടിച്ചല്ലോ, ചിലർ പറയും ഇത് എങ്ങനെ ഒപ്പിച്ചു, ഇങ്ങനെ എന്തെല്ലാം മലയാളത്തിൽ ഇംഗ്ലീഷിലും കൂടി കമൻറ്റുകളാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ദൈവമേ, വരാൻ പോകുന്ന ലോകം എന്തൊരു ലോകമായിരിക്കും. മൈക്കിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടും അവൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടും പെറ്റുകൂട്ടി എന്തുമാത്രം ലൈംഗിക അരാജകത്വങ്ങളും ധാർമ്മിക ച്യുതികളും കുടുംബ തകർച്ചകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കാര്യം മൈക്കിന് കിട്ടിയിട്ടുള്ള ഈ അപ്ലോസ് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഇതൊരു ലോകമാണിത്. നമ്മൾക്ക് ഒരു സൂചന തരികയാണ്. കാര്യം അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ് നമുക്ക് തരുന്ന സൂചനകൾ. മൈക്കിന് മാത്രം അപവാംശമല്ലത്.
അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മഹാസമൂഹം ഇന്ന് ഭൂമിയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം നിൻ്റെ ഭർത്താവ് നിന്നോടൊരു താല്പര്യക്കോടോ കാണിക്കണമെന്ന് വിചാരിച്ചോ, വല്ല വായി നോക്കി പെണ്ണുങ്ങളെ അയാളെ തോണ്ടിക്കാണും, രണ്ട് കിളി വർത്താനം പറഞ്ഞു കാണും. പിന്നെ ചിലപ്പോൾ നിൻ്റെ പക്ഷവും നിൻ്റെ സംസാരം ചിരിയോ ഒന്നും അയാൾക്ക് അത്ര മുമ്പത്തോടും അങ്ങനെ ഏക്കണില്ല. ഇതാണ് ടെസ്റ്റ് പേപ്പർ. ഞാൻ പറഞ്ഞില്ല, അനൗൺസ്ഡ് എന്ന് പറഞ്ഞില്ലേ, പാഠ്യഭാഗത്തിൽ പഠിക്കാത്ത പുസ്തകം, പഠിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. ഇത് നീ പ്രതീക്ഷിച്ചില്ല. ഒരമ്മ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഓർക്കും, അച്ഛാ 16 വയസ്സ് വരെ എൻ്റെ മകന് ഒരു പ്രശ്നമില്ല, അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പൈതലിനെപ്പോലെ വളർത്തിയതാണ്. ഈ 16-ാമത്തെ വയസ്സിൽ അവൻ കാണിക്കുന്ന കാട്ടം കണ്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നണമെന്ന്. കാര്യം പെട്ടെന്ന് ആളങ്ങോട്ട് ചേഞ്ച് ചെയ്തു പോകും, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം. അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചു വരും ചേച്ചി, വിഷമിക്കണ്ട. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഈ ആളെ കണ്ടിട്ടാണ് പറഞ്ഞത്. കാര്യം തിരിച്ചു വരണ ഒരു കോൺസെപ്റ്റ് ലോകത്തിന് കൊടുത്തത് ഈശോയാണ്, അല്ലേ? എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വരും. അതുപോലെ നമ്മൾ അവനെ നല്ല കാലത്ത് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ കൂടെ അവനെ ചെല്ലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും. ചില മക്കളൊക്കെ ഇങ്ങനെ 10, 16, 17, 18, 19, 24 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ അപഭ്രംശം കാണിച്ചാലും they will return back. അവൻ ചിലപ്പോൾ നീ വേണമെങ്കിൽ ചിലപ്പോൾ അവൻ തിരിച്ചു വരണമ്പോൾ നീ മരിച്ചു പോയെന്ന് വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോഴെന്ത് ചെയ്യണം? തല ചായച്ച് സമർപ്പിച്ചാൽ മതി. ഇപ്പം മരണമില്ല ആനക്കാര്യമല്ലല്ലോ ഇപ്പോൾ, ഇടക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇന്ന് പ്രസവിക്കണം, നാളെ ഞാൻ ചിലപ്പോൾ ഈ സമയത്ത് വേറെ അച്ഛനായിരിക്കും പ്രസവിക്കുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാരണം എനിക്ക് ആ വിഷയത്തിൽ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവരാണ് കണ്ടവരെക്കാളും ഭാഗ്യമുള്ളവരെന്ന്. പിന്നെ നമുക്കെന്താ കുഴപ്പം? അപ്പോഴങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും നീ നിരാശയോടെ കർത്താവിൻ്റെ അടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല. തല ചായ്ക്കുക, സമർപ്പിക്കുക. ഈശോ നമുക്ക് തന്നൊരു സംഭവമാണ്, അത് തല ചായ്ക്കുക. അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം, ആകസ്മികമായിട്ടുള്ള സങ്കടങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത ജീവിതാനുഭവങ്ങൾ വ്യക്തികളിൽ നിന്നുണ്ടാകുക, നമ്മൾ വിശ്വസിച്ച ആൾക്കാരിൽ നിന്നുണ്ടാകുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ പേരിൽ നീ വിഷമിക്കാനോ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനോ, മിണ്ടാണ്ടിരിക്കാനോ, എല്ലാം തകർന്നെന്ന് ചിന്തിക്കാനോ ഒരു കഥയുമില്ല. മറിച്ച് എന്താണ്? തല ചായ്ക്കുക, സമർപ്പിക്കുക. ആ വചനം അതിമനോഹരമായൊരു വചനമാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 19:30, അവൻ തല ചായ്ച്ചു, ജീവനെ സമർപ്പിച്ചു. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ തർക്കമില്ലാതെ, ബഹളമില്ലാതെ പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിക്കണം. ആ ഹൃദയത്തെ സംഗ്രഹിക്കുന്നതിൻ്റെ ശരീരഭാഷയാണ് തലചായ്ക്കുക, സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? അടുത്താണ് നമ്മൾ തലചായ്ക്കണത്, പരമപിതാവിൻ്റെ തിരുസന്നിധിയിലാണ്. ആർക്കാണ് സമർപ്പിക്കണത്? ദൈവ തിരുസന്നിധിയിലാണ്. ഇതന്നെയല്ലേ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് പറയണത്. ഇപ്പം നമ്മൾ ലുക്ക 8:21, ലുക്ക 11:27 വചനങ്ങളെല്ലാം പറയണത് എന്താണ്? യേശുവിൻ്റെ അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു. എപ്പോഴാണ്? ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചപ്പോഴല്ലേ? 2:52 ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചേ. അപ്പോഴാണ് അമ്മ തല ചായ്ച്ചത്. ഈ വിശേഷ പ്രഭാഷണത്തിൻ്റെ പേരെന്താണ്? മരിയൻ ഉടമ്പടി തരാമെന്നാണ്. അതുകൊണ്ട് മരിയൻ കയറി വരണത്. ഞാൻ ചില സമയത്ത് ഓർത്ത് പോയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ ശാന്തശീലനും വിനത ഹൃദയനുമാണെന്ന് പറഞ്ഞില്ലേ,
അത് ആ ശാന്തശീലതയും വിനീത ഹൃദയവും അമ്മ എവിടെയാണ് സൂചിപ്പിച്ചത്? എവിടെയാണ് അമ്മ ആദ്യം പ്രകടിപ്പിച്ചത്? ഈശോത്തെ പഠിച്ചു. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നു. അതെവിടുന്നാണ് പഠിച്ചത്? ഈശോ കൈ ഒഴിഞ്ഞൊരു സമയമുണ്ട് അമ്മയ്ക്ക്. അതേത് സമയമാണ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ. അപ്പം തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നില്ലേ? ഇത് കൈയൊഴിയലാണേ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മൾ 2:48 വായിക്കുന്ന സംഭവമില്ലേ? അമ്മയെ സംബന്ധിച്ചിടത്തോളം പുത്രൻ്റെ മകൻ്റെ കൈയൊഴിയലാണ്. അമ്മമാരെന്നെ കേൾക്കുന്നവരൊക്കെ ഓർത്തേക്കണേ, മക്കളിൽ നിന്ന് എപ്പോഴായാലും കൈയൊഴിയൽ നമ്മൾ മേടിക്കണമല്ല പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയണം. അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ. ഈശോ എന്താ ചോദിക്കണത്? എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അതാണ് ചോദ്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് അറിയില്ലേ? അപ്പോൾ അവിടെ പിതാവ് വന്നു. ഇത്രയും നാൾ പറയാതിരുന്ന ഒരാളാണ് ആദ്യമായിട്ട് വരുന്നത്. ഇത്രയും നാൾ പിതാവിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? ഇത്രയും നാൾ പറയാതിരുന്ന അപ്പനും അമ്മയൊക്കെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു. അത് പെട്ടെന്നൊരു മകൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുമ്പോഴേ ഒരു അമ്മയാണെങ്കിൽ താങ്ങാൻ കുറച്ച് സമയമെടുക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ മിണ്ടിയില്ല, തുളുമ്പില്ല. അമ്മ തുളുമ്പിയില്ലെന്ന് പറയാൻ അമ്മ ആ വിഷയത്തിൽ യേശുവുമായി തർക്കിക്കാൻ തയ്യാറല്ല. അമ്മ ആ വിഷയത്തിൽ യേശുവുമായി ബഹളം വെക്കാൻ തയ്യാറല്ല. അവൾ തർക്കിച്ചില്ല, ബഹളം വെച്ചില്ല എന്ന് പറയാൻ വേണ്ടി എന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്? അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു, തല ചായ്ച്ചു. അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു. എന്താണ്? ദൈവഹിതം. അതാണ് ദൈവഹിതം. എന്താണ്? യേശു പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ്. ദൈവഹിതം. ആ ദൈവഹിതത്തിന് ആദ്യമേ ഈശോയുടെ അമ്മ കർത്താവിന് ദാസെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ് അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഈശോനെ പോലെ തല ചായ്ച്ചു എന്നാണ്. എന്തിനു തല ചായ്ച്ചു? തല ചായ്ക്കുന്നവർ മനുഷ്യൻ്റെ ഹൃദയത്തിനല്ല തല ചായ്ക്കണത്. തല ചായ്ക്കുന്നവർ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, കൈയൊഴിയപ്പെട്ട ബന്ധങ്ങൾ, എല്ലാത്തിനും നമ്മൾ തല ചായ്ക്കും. ആകസ്മികമായി സംഭവിക്കുന്ന സംഭവങ്ങൾ, അത് നമുക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ, എല്ലാത്തിനും നമ്മൾ തല ചായ്ക്കും. എന്തിനാണ് തല ചായ്ക്കണത്? ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ആർക്ക്? ദൈവഹിതത്തിന്. ദൈവമല്ലേ? ഒരു വിശ്വാസിയുടെ ദൈവരാജ്യം എന്താണ്? ഇതുപോലെ ദൈവഹിതത്തിന് സന്തോഷത്തോടെ സമർപ്പണം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമേ, വിശ്വാസം, പ്രത്യാശ, സ്നേഹമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, ഉടനെ പറയും സമർപ്പണം കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയും. കാര്യം പ്രാർത്ഥനയുടെ ഏറ്റവും മുന്തിയ രൂപമെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. പ്രാർത്ഥന ഏറ്റവും മുന്തിയ രൂപം എന്താണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹമൊക്കെ പ്രാർത്ഥനയുടെ ജൈവരൂപങ്ങളാണ്, അതിൻ്റെ അകത്ത് ചേരുവകകളാണ്. പക്ഷേ ഏറ്റവും വലിയ ചേരുവക എന്താണ്? സമർപ്പണമാണ്. സമർപ്പണത്തിൽ നിന്നാണ് ഹൃദയത്തെ സംഗ്രഹവും, സമർപ്പണത്തിൽ നിന്നാണ് ഈശോനെ പോലെ മൗനവും, സമർപ്പണത്തിൽ നിന്നാണ് ബഹളം വെക്കാത്തതും, സമർപ്പണത്തിൽ നിന്നാണ് തർക്കിക്കാത്തതും. ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ ഇതെല്ലാം വരണം എവിടെയാണ്? ആകസ്മികമായ ജീവിത അനുഭവങ്ങളുടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൽ കാണിക്കുന്ന മാനസിക അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ക്രിസ്മസ്. ദൈവത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് ഏതെല്ലാം രീതിക്ക് കീഴ്വഴങ്ങുന്നുവോ അവിടെയെല്ലാം ക്രിസ്മസ് സംഭവിക്കും. പുൽക്കുട്ടി നടക്കുന്ന ഏറ്റവും വലിയ ജനനമെന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം മാത്രമല്ല, അമ്മ ഒരു സ്വർഗത്തിൻ്റെ കുഞ്ഞായി ജനിക്കണ ഒരു സമയമാണത്. ഹൃദയത്തെ സംഗ്രഹിക്കുന്നതോടു കൂടി മറിയം ഒരു ഒരു വ്യക്തി എന്നതിനേക്കാളുപരി ഒരു സ്വർഗത്തിൻ്റെ വ്യക്തിയായി കുഞ്ഞായി ജനിക്കുന്ന
ഒരു സമയം കൂടിയാണത്, ഹൃദയത്തെ സംഗ്രഹിക്കുന്നത്. നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി കേൾക്കണം. കാര്യം ഞാൻ ഇതൊന്നും പഠിച്ച കാര്യങ്ങളല്ല. പഠിച്ച കുറേ വചനങ്ങൾ ഞാൻ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും കർത്താവ് ശുശ്രൂഷയിൽ എടുത്തില്ല. ഇപ്പോഴേ ഒരു വചനമേ എടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഈശോ കൂട്ടിച്ചേർക്കപ്പെട്ട വചനങ്ങളാണ്. കൂട്ടിച്ചേർക്കപ്പെടുന്നത് എപ്പോഴും സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഒരു രീതിയാണ്. അവൻ കൂട്ടിച്ചേർത്ത് നൽകുമെന്നല്ലേ പറയണത്. നമുക്കൊരു വചനം തന്നിട്ട് അതിൻ്റെ കൂടെ കുറേ വചനങ്ങൾ കർത്താവ് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് തന്നിട്ടുണ്ട്. അതെല്ലാം കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് ചിന്തിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് നിങ്ങളൊന്നുകൂടി കേൾക്കണം. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം ദൈവരാജ്യം അങ്ങ് റെഡി ടു ഈറ്റ് ഫാസ്റ്റ് ഫുഡ് പോലെ ഇരിക്കുക. ഇതിൽ മുഴുവനും ദൈവരാജ്യത്തിൻ്റെ ഫാസ്റ്റ് ഫുഡാണ്. കാരണം നിങ്ങൾ അനുഭവിച്ച വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിന് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അതിലേക്ക് നിന്നെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് നിനക്ക് ക്രിസ്മസ് ഉണ്ടാക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മക്കളെ, അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ അതീവ സന്തോഷത്തോടുകൂടി പരിശുദ്ധാത്മ ജീവനോടെ നിന്ന് മധ്യസ്ഥം വഹിക്കുന്ന ആരാധനയുടെ നിമിഷം. എൻ്റെ മക്കൾ, ശാരീരികമായ വേദനപ്പെടുന്ന എല്ലാ രോഗാതുരമായ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകളെ വെക്കുക. കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യപ്പെടുത്തുന്നത് കൃപാസനത്തിന് കർത്താവ് തന്ന ഒരു പുണ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എവിടെയെല്ലാം നിങ്ങൾക്ക് വേദനയുണ്ടോ, കഴുത്തിലെ വേദന, സ്പണ്ടിലോസിസിൻ്റെ വേദന, അവന് തൈറോയിഡിൻ്റെ വേദന, ടോൺസിലിൻ്റെ വേദന, സാധാരണ തൊണ്ട അഴുക്കലുണ്ടാകുന്ന വ്യക്തിയാണോ നീ? ചിലപ്പോൾ തലനീരിറങ്ങി അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അത് കോവിഡിന് ലക്ഷണമായിട്ട് നീ വിഷമിക്കുകയും ചെയ്യാറുണ്ട്. തലയിലും തലനീറിറങ്ങുന്നവർ തലയിലും കൈവെക്കേണ്ടതാണ്. തലനീറിറങ്ങുന്നത് ചെറിയ രോഗമല്ല, വലിയ രോഗമാണ്. അത് വലിയ കാലേ വരെ അത് നീരിറങ്ങി വരും. അത് ശരീരം നീട്ട് നടുവലിന് നീരിറങ്ങി വീഴും. അത് കഴുത്തിൽ നീരിറങ്ങി വീഴും. തലേന്ന് അത് തുടങ്ങണം. ശരിക്കും ആയുർവേദ പ്രകാരം തലേന്ന് തുടങ്ങണ നീരാണത്. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളെ കൈ പൊക്കാൻ പാരാത്തവരുണ്ടാകും. കാല തളർന്നിരിക്കുന്ന ആൾക്കാരുണ്ടാകും. തളർന്ന പോലെ തോന്നുന്ന ആൾക്കാരുണ്ടാകും. അവരെല്ലാം തലയിലാണ് കൈവെക്കേണ്ടത്. പതകിന് നീര് കെട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട്. പതകിന് നീര് വെച്ച് പൊട്ടണവരുണ്ട്. നീര് പൊട്ടെന്ന് പറയത്തില്ലേ, അതുപോലെ പൊട്ടണവരുണ്ട്. അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികളെ ശ്വാസകോശ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, ഇപ്പോഴേ അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അവിടെ നിന്നാണ് ഈ പ്രാർത്ഥന ഉയരണത്. ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നീ പൂർണ്ണമായി വിശ്വസിക്കണം. അടിവയറ്റിൽ വേദനയുള്ളവരുണ്ടാകാം. പിരീഡ്സ് ക്രമം തെറ്റി വരുന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും ഒത്തിരി കാലതാമസം വരുന്നവർ വരുമ്പോൾ മരണവേദന അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അവരെല്ലാം അടിവയറ്റ് കൈവെക്കുക. നടുവിന് വേദനയുള്ളവരും കിഡ്നി കല്ലുള്ളവരും കിഡ്നിയിൽ ചുരുക്കമുള്ളവരും ഒക്കെ നടുവിന് കൈവെക്കുക. ഹൃദയത്തിന് അസുഖമുള്ളവർ ഇടനെഞ്ചിൽ കൈവെക്കുക. എൻ്റെ മക്കളെ, ഇപ്പോൾ ഇതുകൊണ്ട് സുഖപ്പെടുമെന്ന് കർത്താവിനെ സുഖപ്പെടുത്താൻ പോവുകയാണ്. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. കാര്യം അച്ഛനെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 10,000 സാക്ഷ്യം പറഞ്ഞ ഒരു അറിയുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് വേറെ തെളിവൊന്നും നമുക്ക് വേണ്ട. യൂട്യൂബിൽ കിടക്കുന്ന സാക്ഷ്യങ്ങൾ മാത്രം മതി നമ്മുടെ തെളിവ്. സന്തോഷമായി ശരീരം മുഴുവൻ വീർത്ത് പൊട്ടണ ആൾക്കാരുണ്ട്. അവർക്കിങ്ങനെ സ്വസ്തിക പോലെ തലയിനെ കൈ ചുരുട്ടി വെക്കാൻ പറ്റും. നെഞ്ചിലെ കാര്യം ആകപ്പാട് വിസർപ്പ രോഗങ്ങൾ,
സോറിയാസിസ് രോഗങ്ങൾ, വാതപ്പൊട്ടുകൾ, ചിരങ്ങികൾ, ചൊറികൾ, അപസ്മാര രോഗങ്ങളുള്ളവർ ശിരസിലാണ് കൈവെക്കേണ്ടത്. ന്യൂറോ ആയിട്ടുള്ള എല്ലാ രോഗികളും ശിരസിൽ കൈവെക്കണം. മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്ന ആ പ്രവണത അവസാനിപ്പിക്കാൻ ഈശോ പറയുകയാണ്. അങ്ങനെ രോഗികൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് കാഴ്ചയിലുണ്ട്. ആരെയും വൈരാഗ്യപ്പെടുത്തുക, അവരെ വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക, പ്രതികാരം ചെയ്യുക, അങ്ങനെയുള്ള എല്ലാം അവസാനിപ്പിക്കണം. നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനീതി അവരുടെ കയ്യിൽ നിന്നാണ്, എതിർ പാർട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലും എൻ്റെ മക്കൾ ഈശോനെ പ്രതി ഇപ്പോൾ അത് ക്ഷമിക്കാൻ പറയണം. നിന്നെ സുഖപ്പെടുത്താൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഈ നോട്ടേഷൻ പറയണത്, ഇങ്ങനെ സംഭവിച്ചവരുണ്ടെന്ന് പറയണത്. ഉദരത്തിൽ നിന്ന് വെറുതെ വയറ്റിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്, പോകാത്തവരുണ്ട്. അവരുടെ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. മൂത്രം ഒഴിക്കുമ്പോൾ വേദന, മൊത്തത്തിൽ പഴുപ്പ്, മൊത്തത്തിൽ ചോര, ബ്ലഡ് യൂറിയ ഒക്കെ ഉള്ള ആൾക്കാരെ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. കർത്താവേ, എല്ലാ മക്കളും നിരന്നിരുന്ന് ലോകം മുഴുവനും അങ്ങയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ ദൈവകുർബാന ജീവനോട് എഴുന്നള്ളിയിരിക്കുന്നവനെ, മക്കളില്ലാത്തവർ ഇപ്പോഴും അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗർഭാധാന ശിശുവുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ എന്നും മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ നീ നിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പൗരോഹിത്യത്തെ ഞാൻ ആസ്പദമാക്കി അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുകയാണ്. കർത്താവേ, കൈവിട്ട് കളയരുത്. കർത്താവേ, മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്തവരുണ്ട്. ഈശോയെ, ഒരു വരുമാനം 10 പൈസ കൈ കിട്ടിയിട്ട് മാസങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് റേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ താങ്ങിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ജീവിതമാർഗം മുട്ടിയവരുണ്ട്. ഈശോയെ, വരുമാന മാർഗമില്ലാത്തവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഓർക്കണമേ. കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരുണ്ട്. ഈശോയെ, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. കർത്താവേ, ജീവിക്കാൻ മാർഗമില്ലാതെ പല സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട്. കർത്താവേ, തിരിച്ചു പോരാൻ പോലും പണമില്ലാതെ അന്യരാജ്യങ്ങൾ അകപ്പെട്ടു പോയവർ ഉണ്ട്. കർത്താവേ, അവിടെ തന്നെ ജോലിയില്ലാതെ കർത്താവ് തെണ്ടിത്തിരിയുന്നവരും വിഷമിക്കുന്നവരും ഓരോരോ കൂട്ടുകാരുടെ മുറികളിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവേ, വിസ ഇല്ലാത്തതിൻ്റെ പേരിൽ പാത്തും പതുങ്ങിയും ജീവിക്കുന്നവരുണ്ട്. കർത്താവേ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്നുണ്ട്. അമ്മേ, ഇപ്പോഴാ മക്കൾക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, പഠിക്കണ കാര്യത്തെ തകർച്ച ബാധിച്ചവർ, അഡ്മിഷൻ ഇല്ലാത്തവർ, അഡ്മിഷൻ ശ്രമിച്ചിട്ട് യോഗ്യതയില്ലാത്തതുകൊണ്ട് കിട്ടാത്തവരും തകർന്നു പോയവരും, ഇനി എന്ത് പഠിക്കണം, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാരും മക്കളുണ്ട്. കർത്താവെ, അവരെല്ലാം ഏറ്റു പ്രാർത്ഥിക്കണം. ഈശോ നിരന്തരമായി മരുന്നിലിരിക്കുന്നവരെ അങ്ങേക്ക് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, സംസാരിക്കാത്ത മക്കൾ, ജന്മനാ കർത്താവെ കഴുത്ത് ഉറക്കാത്ത മക്കൾ, കണ്ണ് കാണാത്ത മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്ന മക്കൾ സമർപ്പിച്ച് തൊലി കർത്താവ് ഞെറിഞ്ഞു വരുന്ന അവസ്ഥകൾ, സർപ്പരോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വല്ലാത്ത ഉറക്കമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കം വരാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വരം കേൾക്കുമ്പോൾ പേടിയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിജയമായ സ്ഥലം കാണുമ്പോഴേ പേടിയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുട്ട് കാണുമ്പോൾ പേടിക്കുന്നവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭയങ്ങളുള്ളവരെ ഒക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കണ്ണിന് കാഴ്ച കുറവുള്ളവരെ ഒക്കെ, കർത്താവ് ശരീരം മുഴുവൻ ഊത്തലുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെല്ലാം സ്പർശിക്കണം. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവെ, വീണ്ടും കർത്താവെ നിൻ്റെ പഞ്ചക്ഷതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കണം. ഈശോയെ, നിൻ്റെ കരചരണങ്ങളെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കണം. കർത്താവെ, ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പം മഹത്വപ്പെടുത്തണമേ. കർത്താവെ, നിൻ്റെ തിരുവിലാലം മുറിവിനെ ആസ്പദമാക്കിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കണം. കർത്താവെ, ഈശോ സർവാംഗം ചമ്മട്ടടിയേറ്റ് നിൻ്റെ ശരീര പാടുകളെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളെ കർത്താവ് അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, മാരക രോഗങ്ങൾ, തീരവേദനകൾ ഇപ്പോൾ സ്പർശിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ കുഞ്ഞുങ്ങളാണ്. അതിനെടുത്ത് കളയാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എടുത്തു കളയാൻ അമ്മയ്ക്കൊരു മനസ്സുമില്ല, അത് വളരണില്ല എന്നാണ് പറയണത്. അവ ഗർഭാശയത്തിന് ഇങ്ങനെ കുറേ തകർച്ചകൾ, അങ്ങനെയുള്ള അടിമക്കൾ, വയറ്റിൽ കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുള്ളവരെ ദൈവനാമത്തിൽ അടിവെറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയം. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഉദരത്തെ സ്പർശിക്കുന്ന സമയമാണിത്. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം, അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവേ, മാനസിക രോഗമുള്ളവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ മാനസിക രോഗമുള്ളവരുടെ വീട്ടിൽ കഴിയുന്ന ആൾക്കാരെ അവർക്ക് സമാധാനമില്ല, രാത്രി ഉറക്കമില്ല. ഇവരുടെ അലർച്ചയും ബഹളവും ആവശ്യമുള്ള ഇല്ലാത്തതും ചോദിക്കുകയും പറയുകയും കർത്താവെ കൊന്നു കളയാനുള്ള ദേഷ്യം വരെ മനസ്സിൽ തോന്നണ കാരണം പ്രാർത്ഥിക്കാൻ പോലും തകർന്നു പോയ മനസ്സുകളാണ്. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥ ഉള്ളവർ, ഇടിഞ്ഞു പൊളിഞ്ഞ കുടുംബങ്ങൾ, അവർ തകർത്ത് കഴിഞ്ഞ കുടുംബങ്ങൾ, മദ്യപാനികൾ തകർത്ത കുടുംബങ്ങൾ, തകർത്ത് കളഞ്ഞ സംസാരം കൊണ്ട് തകർത്ത് കളഞ്ഞ മനസ്സുകൾ. ഇങ്ങനെ എന്ത് ചെയ്യണം? എവിടെ ഓടിപ്പോണം? വല്ലപാടും ചത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പണ്ടാരം ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പ്രാഗി ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സുകളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സമരത്തിലാർത്തി കുറിച്ചിട്ട് അടയാളത്തിൽ മാരക രോഗങ്ങളും മാനസിക രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രീസലാണ് സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഇപ്പോഴേ മൗന പ്രാർത്ഥന സമയമാണ്. ആരാധന ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യ അനുഗ്രഹത്തിൻ്റെ സമയത്ത് മക്കളെ, അച്ഛൻ വിട്ടുപോയ പ്രാർത്ഥനകളാണ് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളും ഉടമ്പടി ചെയ്യാനുള്ളവരും നിങ്ങളെപ്പോഴും ഓർക്കുന്ന നിങ്ങളുടെ അച്ഛൻ ഈ സമയത്തിൻ്റെ പരിധിയിൽ വിട്ടുപോയ വിഷയങ്ങൾ ഇപ്പോഴും സമർപ്പിക്കുക. വിവാഹ കാര്യമാകാം, സ്ഥലങ്ങൾ വിറ്റുമാറുന്ന കാര്യമാകാം, അല്ലെങ്കിൽ അടുത്ത് വരുന്ന യോഗ്യതാ പരീക്ഷകളുടെ മത്സര പരീക്ഷകളുടെ ടെസ്റ്റുകളാകാം, അല്ലെങ്കിൽ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, പരീക്ഷാ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, ഒക്കെ സമർപ്പിക്കണം. കൈ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശോയ്ക്കും തോന്നണം നീ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ